സനൂപ് ലീവ് കഴിഞ്ഞ് നാളെ സൗദിയിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ്. സനൂപിൻ്റെ ഭാര്യ അപർണ മുറിയിൽ സാധനങ്ങൾ എന്തൊക്കെയോ ബാഗിലും മറ്റും എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു. ഓരോ സാധനങ്ങൾ എടുത്തു വയ്ക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് അവൾ അറിയാതെ തന്നെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കരയരുതെന്ന് സനൂപ് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് അവളുടെ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി വെറുതെ സനൂപേട്ടൻ കണ്ട് ഒന്നുകൂടെ വിഷമമാവണ്ട എന്ന് കരുതി അവൾ ഇടയ്ക്കിടെ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. സനൂപിൻ്റെയും അപർണയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനകം സനൂപ് സൗദിയിലേക്ക് പോയതായിരുന്നു. പിന്നെ തിരിച്ചു വരുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ലീവിന് വന്ന ശേഷം 3-4 മാസം നാട്ടിലുണ്ടായിരുന്നെങ്കിലും നാളെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്തവണ അപർണയെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് കഴിയാത്തതുകൊണ്ട് തന്നെ സനൂപ് ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നത്. തൻ്റെ പ്രാണനായ ഭർത്താവ് നാളെ മുതൽ ഇനി തൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇന്നലെ വരെ ഈ മുറിയിൽ കളിച്ചും ചിരിച്ചും ചേർന്ന് കിടന്നും പരസ്പരം സ്നേഹിച്ചും കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ഓർക്കുമ്പോൾ അപർണയ്ക്ക് നെഞ്ചു പൊട്ടുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സനൂപ് സൗദിയിൽ നിന്ന് വന്ന ശേഷം തിരികെ പോകുന്ന ഈ ദിവസം വരെ ഓരോ നിമിഷവും അപർണയും സനൂപും ഒരുമിച്ചായിരുന്നു. വല്ലപ്പോഴുമല്ലേ ഇങ്ങനെ വരാനും അടുത്തൊക്കെ നിൽക്കാനും പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും അവൻ അവളെ ഒന്ന് വീട്ടിൽ തനിച്ചാക്കി പുറത്തു പോലും പോയിട്ടില്ല. എവിടെ പോവുകയാണെങ്കിലും അവളെയും കൊണ്ടുപോകും. വിരുന്നിനാണെങ്കിലും എന്തിനാണെങ്കിലും, ഇനി വെറുതെ ബൈക്കെടുത്ത് പോവുകയാണെങ്കിൽ പോലും കൂടെ കൂട്ടും. ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന സമയം അത്രയെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കട്ടെ എന്നാണ് അവൻ പറയുക. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം. തിരികെ പോയി കഴിഞ്ഞാൽ ആ ഓർമ്മകൾ മാത്രമേ കൂട്ടിനുണ്ടാവൂ എന്ന് പറഞ്ഞ് അവർ ഇതുവരെ പിരിഞ്ഞു നിന്നിട്ടില്ല. പിറ്റേന്ന് സനൂപ് പോകുന്നത് കൊണ്ട് തന്നെ അപർണ അവന് കൊണ്ടുപോകാനുള്ള ബാഗിൽ അവൻ്റെ ഇസ്തിരിയിട്ട വസ്ത്രമോ മറ്റോ എടുത്തു വയ്ക്കുന്നതിനിടയിൽ വെറുതെ ഒന്ന് അവരുടെ കട്ടിലിലേക്ക് നോക്കി. ഇത്രയും ദിവസങ്ങൾ ഏട്ടനുമായിട്ട് കളിച്ചും ചിരിച്ചും കിടന്ന് സന്തോഷിച്ച ഞങ്ങളുടെ ബെഡ്, ഇതിലിനി ഇന്നുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്തപ്പോൾ അപർണയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ കട്ടിലിൻ്റെ അടുത്തേക്ക് പോയി. വെറുതെ ഒന്ന് നോക്കിയ ശേഷം കട്ടിലിലേക്ക് വീണ് തലയിണയിൽ മുഖം അമർത്തി കിടന്ന് കുറച്ചുനേരം കരഞ്ഞു. സനൂപ് അപ്പോൾ പുറത്ത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷബാബ് വന്നതുകൊണ്ട് അവനുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഷബാബ് തിരിച്ചുപോയ ശേഷം സനൂപ് മുറിയിലേക്ക് വന്നു. അപർണ തലയിണയിൽ മുഖമമർത്തി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വന്ന് സനൂപ് വാതിൽ തുറന്നത്. സനൂപ് അപ്പോൾ കയറി വരുമെന്ന് അപർണ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാതെ അവൻ വാതിൽ തുറന്നു വന്നത് കണ്ടപ്പോൾ അപർണ എന്തോ പോലെയായി. കരയരുതെന്ന് സനൂപ് 1000 തവണ അവളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് കണ്ടുപോകുമ്പോൾ തന്നെ സനൂപിന് എത്ര വിഷമമുണ്ടാവുമെന്ന് കരുതി അവൾ സനൂപ് കാണാതെ മാത്രമേ കണ്ണു നിറയ്ക്കാറുള്ളൂ. അപർണ അവളുടെ സങ്കടത്തെ സനൂപ് കാണാതിരിക്കാൻ കഴിയുന്നത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാലും അവൻ അവൾക്കരികിൽ നിന്നും മാറുമ്പോൾ അവൾ അറിയാതെ വിങ്ങിപ്പൊട്ടി പോകുമായിരുന്നു. അങ്ങനെ അവൻ താഴെ ഫ്രണ്ടുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ആശ്വാസത്തിലാണ് അവൾ അവളുടെ വിഷമത്തെ ആ കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു തീർത്തത്. പ്രതീക്ഷിക്കാതെ സനൂപ് കയറി വന്നപ്പോൾ അവൾ വേഗം തന്നെ കണ്ണു തുടച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റു നിന്നു. മുഖത്ത് ചിരി വരുത്തുവാനായി നോക്കി. അവൾ കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ട് സനൂപ് അവിടെ അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. ശേഷം വാതിൽ മെല്ലെ അടച്ചുകൊണ്ട് അവളെ അവിടെ തന്നെ നോക്കി നിന്നപ്പോൾ അപർണ സനൂപിനോട് ചോദിച്ചു, ഷബാബിക്ക പോയോ? ഓ, അവൻ പോയി എന്ന് സനൂപ് മറുപടി പറഞ്ഞു. ശേഷം അവൻ കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ അപർണയ്ക്ക് എന്തോ ഒരു പതർച്ച പോലെ തോന്നി. അപ്പോഴും അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഇറ്റു വീണിരുന്നു. അത് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ഒന്നും അറിയാത്ത പോലെ സനൂപിനോട് ചോദിച്ചു, എന്താ ഏട്ടാ ഇങ്ങനെ തന്നെ നോക്കുന്നത്? അപ്പോഴും സനൂപ് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിലും വിഷമം വന്നിരുന്നു. എന്നാലും അവൻ ദയനീയ അവസ്ഥയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അപർണയ്ക്ക് എന്തോ പോലെ തോന്നി. അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ സനൂപ് അവളുടെ തൊട്ടടുത്തു നിന്ന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ, ഈ കണ്ണീര് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അല്ലെങ്കിൽ തന്നെ എത്ര വിഷമമുണ്ടെന്നറിയാമോ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ? നിനക്കും അതിലേറെ വിഷമം കാണും, അതെനിക്കറിയാം. പക്ഷേ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എന്ത് സമാധാനത്തിലാ പോകുക? ഞാൻ പറഞ്ഞില്ലേ വേറെ വഴിയില്ലാഞ്ഞിട്ടാണെന്ന്. ഈ ഒരു തവണ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകില്ല. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടെ പോയേ പറ്റൂ. നിനക്കറിയാമല്ലോ മോളെ നമ്മുടെ കാര്യങ്ങളൊക്കെ. എനിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? സനൂപ് വിഷമത്തോടെ അപർണയെ നോക്കി. ഇത് നമ്മുടെ മാത്രം കഥയല്ല.
ഇവിടെ നിന്നും മറുനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മോളെ. അവരൊന്നും നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാതെ പോകുന്നതായിരിക്കില്ല. കുടുംബത്തിന്റെ ഭാരവും വഹിച്ചുകൊണ്ട് നിലനിൽപ്പിനു വേണ്ടി എന്നെപ്പോലെ കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ വിട്ടുപോകുമ്പോൾ നെഞ്ചു പൊട്ടും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സനൂപ് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് അപർണയെ ചേർത്തു പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഇനി 2 വർഷം കഴിയണ്ടേട്ടാ നമ്മൾ കാണാൻ? സനൂപിനോട് അമൃത കണ്ണ് കലങ്ങിക്കൊണ്ട് ചോദിച്ചു. 2 വർഷം? അത് പെട്ടെന്നങ്ങ് പോകുമെടാ. അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ പോവില്ല. എനിക്കിനി അവിടെ ജീവിക്കണ്ട. ഈ ഒരു പോക്കും കൂടി കഴിഞ്ഞ് തിരികെ വന്നാൽ പിന്നെ ഏട്ടൻ പോവില്ല. നിനക്കറിയാമോ, കുറച്ച് ദിവസങ്ങളെ ഞാൻ ഇവിടെ നിന്നുള്ളൂ എങ്കിലും നിന്റെ കൂടെ ഞാൻ എത്ര സന്തോഷത്തിലായിരുന്നു എന്ന്. നിന്നെ കാണാതെ എങ്ങനെയാ ഇനി ഞാൻ അവിടെ? രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് പെട്ടെന്ന് ഞെട്ടിപ്പോയാൽ ഞാൻ നിന്റെ അടുത്തേക്ക് ചേർന്ന് കിടക്കാറാണ്. ഒരു നിമിഷം ഒറ്റയ്ക്കാണോ എന്ന് തോന്നിപ്പോകും. പിന്നെ ഒരു കയ്യകലത്തിൽ നീ ഉണ്ടാകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇത്ര ദിവസം ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇനി കുറച്ചു ദിവസം തള്ളി നീക്കുക എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് മോളെ. ഈ ഒരു പോക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ പോകില്ല. അത് കഴിഞ്ഞു വന്നിട്ട് നമുക്കിവിടെ നല്ലപോലെ ജീവിക്കാം. നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് സനൂപ് അവളെ തലോടി കൊടുത്തു. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവളുടെ സങ്കടത്തെ അടക്കാൻ കഴിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. മറുവശത്ത് സനൂപിൻ്റെ കണ്ണിൽ നിന്നും അപ്പോൾ വെള്ളമൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അപർണ കരയുന്ന പോലെ പൊട്ടിക്കരയാനോ ഒന്നിനും കഴിഞ്ഞില്ല. അവൻ അവളറിയാതെ കൈകൊണ്ട് അവൻ്റെ കണ്ണ് മെല്ലെ തുടച്ച് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സനൂപിൻ്റെ അമ്മയും വിഷമത്തിൽ തന്നെയായിരുന്നു. ഇനി 2 വർഷം കഴിയണ്ടേ മോനെ കാണാനെന്ന് അമ്മ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ സനൂപ് അമ്മയോട് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് വരാം അമ്മേ. അപ്പോഴേക്കും നമ്മുടെ കടങ്ങളൊക്കെ ഏകദേശം ഒന്നൊതുങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നില്ല. അമ്മയ്ക്കും അവനോട് സംസാരിക്കാൻ നല്ല വിഷമമുണ്ടായിരുന്നു. അപർണയെ പോലെ തന്നെ സങ്കടം ഒതുക്കി വെച്ചാണ് അമ്മയും മോനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. വൈകുന്നേരമായപ്പോൾ സനൂപിൻ്റെ പെങ്ങളും അളിയനും മക്കളുമെല്ലാം വരുമെന്ന് പറഞ്ഞിരുന്നു. പുറത്തു പോയി എന്തെങ്കിലും സാധനം വാങ്ങി വരാമെന്ന് പറഞ്ഞ് അപർണയെയും കൂട്ടി അവൻ പുറത്തു പോകാൻ ഇറങ്ങി. സനൂപ് നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ പുറത്തു പോകാനും മറ്റു ആവശ്യങ്ങൾക്കുമായി അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാർ അവന് കൊടുത്തിരുന്നു. സനൂപിനൊരു ബൈക്ക് മാത്രമാണുള്ളത്. അവൻ നാട്ടിൽ വന്നപ്പോൾ കുടുംബവുമായി എവിടെയെങ്കിലും പോകണമെന്ന് കരുതി ഫ്രണ്ട് അവൻ തിരിച്ചു പോകുന്നതുവരെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടതായിരുന്നു കാർ. അതുകൊണ്ട് തന്നെ കാറിലാണ് സനൂപും അപർണയും പുറത്തു പോകാൻ ഇറങ്ങിയത്. കാറിൽ കുറഞ്ഞ ശബ്ദത്തിൽ പാട്ടുമിട്ട് അവർ അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് അപർണ സനൂപിൻ്റെ കണ്ണിലേക്കും സനൂപ് അപർണയുടെ കണ്ണിലേക്കും നോക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എവിടെയെങ്കിലും പോകണോ അപർണ? സനൂപ് അപർണയോട് ചോദിച്ചു. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനം വാങ്ങി വരാമെന്ന് അവൾ പറഞ്ഞു. അതൊക്കെ വാങ്ങാം, അതെന്തായാലും വാങ്ങണം. അതല്ലാതെ നിനക്ക് വേറെ എവിടെയെങ്കിലും ഇനി പോകാനുണ്ടോ? എവിടെയും ഇല്ലേട്ടാ. പോകാനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയില്ലേ. ഇനി എവിടെയും പോകണ്ട. എനിക്ക് ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ കുറച്ചു നേരം കാറിലിരിക്കാൻ പറ്റുന്നത് തന്നെ വലിയ സുഖമായിട്ട് തോന്നുന്നു എന്ന് അപർണ പറഞ്ഞപ്പോൾ സനൂപ് ഒന്നും പറയാതെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ നമുക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. ഇനി എന്തായാലും പുറത്തുനിന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നല്ല ഹോട്ടലിൽ എവിടെയെങ്കിലും പോകാം. എന്നിട്ട് നല്ല സ്വസ്ഥമായിട്ട് ബിരിയാണിയോ മന്തിയോ വല്ലതും കഴിക്കാം. ഭക്ഷണം കഴിക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല അപർണ അപ്പോൾ. എന്നാലും സനൂപിൻ്റെ കൂടെയാണല്ലോ എന്ന സന്തോഷത്തിൽ അവൾ തലയാട്ടി. അങ്ങനെ അവർ രണ്ടുപേരും ടൗണിനോടടുത്ത ഹോട്ടൽ ഗ്രാൻഡിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങി. ശേഷം സാധനം വാങ്ങിച്ചു തിരികെ വീട്ടിൽ പോകാനായി വരുമ്പോൾ കാറിൽ വെച്ച് അപർണയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു തലകറക്കം പോലെ തോന്നി. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ അവളുടെ വലതു കൈകൊണ്ട് തല ഒന്നിങ്ങനെ പൊത്തിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ സനൂപ് പെട്ടെന്ന് ചോദിച്ചു. എന്തു പറ്റിയടാ, തല വേദനിക്കുന്നുണ്ടോ? അറിയില്ലേട്ടാ, പെട്ടെന്ന് എന്തോ തല കറങ്ങുന്ന പോലെ. ആണോ, എന്തു പറ്റി പെട്ടെന്ന്? നല്ലപോലെ തലകറക്കം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പെട്ടെന്നെന്തോ വല്ലാതെ തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് അപർണ കാറിൻ്റെ മുൻപിലേക്ക് തല വെച്ച് കിടക്കാനായി നോക്കി. സനൂപ് അപ്പോൾ വേഗം കാർ സൈഡാക്കി നിർത്തി. ശേഷം അവളെ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് കിടത്തി. നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോകാം, സനൂപ് പറഞ്ഞു. കുഴപ്പമില്ല, എന്താണെന്നറിയില്ലേട്ടാ, ഞാനൊരു 5 മിനിറ്റ് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അപർണ സനൂപിൻ്റെ മടിയിൽ അങ്ങനെ കിടന്നു. അവൾ എണീക്കുന്ന നേരം അത്രയും സനൂപ് അവൾക്ക് തല തഴുകി കൊടുത്തുകൊണ്ടിരുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയുണ്ട്, കുറവ് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുമിരുന്നു.
കുറച്ചു നേരം കിടന്നപ്പോൾ ആശ്വാസം തോന്നിയ ശേഷം അപർണ തല മെല്ലെ പിടിച്ചുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. സനൂപ് കാറിൻ്റെ മുൻപിൽ വെച്ചിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ഇതൊന്ന് കുടിച്ചു നോക്ക്. അപർണ അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. എന്തു പറ്റി പെട്ടെന്നിങ്ങനെ? ഭക്ഷണം കഴിച്ചത് പിടിച്ചില്ലേ? സനൂപ് ചോദിച്ചു. അറിയില്ല, അപർണ പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ വല്ല കുഴപ്പമാണെങ്കിൽ എനിക്കും തോന്നണ്ടേ? എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സനൂപ് പറഞ്ഞപ്പോൾ അപർണ വെള്ളം കുടിച്ച് കുപ്പി മൂടിയിട്ട ശേഷം അത് അവിടെ തന്നെ വെച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിന്നലെ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ തോന്നിയിരുന്നു ഏട്ടാ. പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെ അത് മാറിപ്പോവുകയാണ് ചെയ്തത്. ഇനി ടെൻഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഏട്ടാ. എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നല്ലോ. നീ എന്താ മോളെ ഇങ്ങനെ? ഇത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാ പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് വിഷമിക്കരുതെന്ന്? നമുക്ക് എന്തായാലും ഡോക്ടറുടെ അടുത്തൊന്ന് പോയി നോക്കാം. ഇവിടെ തൊട്ടടുത്ത് ഏതായാലും ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി ഒന്ന് കാണിക്കാം. ഇനി അഥവാ BP കൂടിയതോ കുറഞ്ഞതോ അങ്ങനെ മറ്റോ ആണെങ്കിൽ അറിയാമല്ലോ. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്കല്ലേ ഹോസ്പിറ്റൽ, ഇവിടെ നിന്നാണെങ്കിൽ തൊട്ടടുത്തും. ഒന്ന് കാണിച്ചു വരാമെന്ന് പറഞ്ഞ് സനൂപ് നേരെ കാർ ഹോസ്പിറ്റലിലേക്ക് എടുത്തു. അവിടെ ചെന്ന് പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയ ശേഷം സനൂപും അപർണയും കാറിൽ നിന്നിറങ്ങി. വാ എന്ന് പറഞ്ഞുകൊണ്ട് സനൂപ് അവളുടെ കൈ പിടിച്ചു. അവർ രണ്ടുപേരും റിസപ്ഷനിൽ പോയി. എന്തു പറ്റിയതാ? റിസപ്ഷനിലെ സ്റ്റാഫ് ചോദിച്ചു. ചെറിയൊരു തലകറക്കം, ഒന്ന് കാണിക്കണം, സനൂപ് പറഞ്ഞു. സ്റ്റാഫ് പേര് ചോദിച്ച ശേഷം ഷീട്ട് എൻ്റർ ചെയ്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, 2-ാം നമ്പർ മുറിയിൽ കാണിച്ചാൽ മതി, അവിടെ ഡോക്ടറുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സനൂപും അപർണയും ഡോക്ടറുടെ റൂമിന് നേരെ ചെന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവൾക്ക് ഇന്നലെയും ഇന്നുമായി ചെറുതായൊരു തലകറക്കം, എന്താണെന്നറിയില്ല, സനൂപാണ് പറഞ്ഞത്. ഇനി BP കുറവോ കൂടുതലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടി. ഡോക്ടർ അപ്പോൾ അപർണയുടെ കണ്ണ് രണ്ടും പിടിച്ചു നോക്കി. നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞു. ശേഷം പ്രഷർ നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു, വിവാഹം കഴിഞ്ഞിട്ട് എത്രയായി? 2 വർഷം, അപർണ പറഞ്ഞു. കുട്ടികളില്ലേ? ഡോക്ടർ ചോദിച്ചു. ഇല്ല, അപർണ പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തു പറ്റി? വേണ്ടെന്ന് വെച്ചതാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബോർഷനോ മറ്റോ? ഇല്ല, അങ്ങനൊന്നുമില്ല, അപർണ വീണ്ടും പറഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളായില്ലേ എന്ന് ഡോക്ടർ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ സനൂപ് പറഞ്ഞു, ഇല്ല, ഞാനിവിടെ ഇല്ല, ഞാൻ അബ്രോഡാണ് വർക്ക്, ഇപ്പോൾ ലീവിന് വന്നതാണ്. BP നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സനൂപിനെയും അപർണയെയും നോക്കി പറഞ്ഞു, BP ഒന്നും കുഴപ്പമില്ല, നോർമലാണ്. ഇനി പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. കുട്ടിക്ക് എന്നായിരുന്നു ലാസ്റ്റ് പീരീഡ്സ്? പീരീഡ്സ് കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസമായി, അപർണയാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഡോക്ടർ, എനിക്ക് റെഗുലർ പീരീഡ്സ് അല്ലാത്തത് കൊണ്ട് കറക്റ്റ് ഡേറ്റ് ഒന്നും അറിയില്ല. ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 2.5 മാസം, അല്ലെങ്കിൽ അതിലും കൂടുതൽ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, റെഗുലർ അല്ല. എന്തായാലും കുട്ടിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കാം. നിങ്ങൾ ഇതിനു മുൻപ് ടെസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ സനൂപാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ ഒരാഴ്ച മുൻപും 2 ദിവസം മുൻപുമൊക്കെ പ്രഗ്നൻസി കിറ്റിൽ നോക്കിയിരുന്നു. അപ്പോഴൊക്കെ നെഗറ്റീവായിരുന്നു. എന്തായാലും സാരമില്ല, ഞാനൊരു പ്രഗ്നൻസി ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. പ്രഗ്നൻസി കിറ്റിൽ ചിലപ്പോൾ പോസിറ്റീവ് കാണിക്കാൻ സമയമെടുക്കും. നിങ്ങൾ ഇതൊന്ന് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു വരണം. പ്രഗ്നൻസി ആണോ എന്ന് അറിഞ്ഞിട്ട് നോക്കാമല്ലോ എന്ന് കരുതിയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ ലാബാണ്. അവിടെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം റിസൾട്ട് കാണിക്കാൻ വരണം കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ ഷീട്ട് കൊടുത്തപ്പോൾ സനൂപ് അത് വാങ്ങിക്കൊണ്ട് അപർണയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അപ്പോൾ സനൂപ് അപർണയോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേട്ടാ, അവൾ പറഞ്ഞു. അവൻ അവിടെ രോഗികൾക്ക് ഇരിക്കാൻ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്ന കസേര നോക്കിക്കൊണ്ട് അപർണയോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കി, ഞാൻ ലാബിൽ കൊടുത്ത് ബില്ലാക്കിയ ശേഷം വന്നു വിളിക്കാം. ഞാനും വരാമേട്ടാ, അവൾ പറഞ്ഞപ്പോൾ സനൂപ് പറഞ്ഞു, വേണ്ട, ഇവിടെ ഇരുന്നോ, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, അവിടെ കുറച്ച് കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്. വെറുതെ അവിടെ വന്ന് ക്യൂ നിൽക്കണ്ട, ഞാൻ ബില്ലാക്കി കഴിഞ്ഞ ശേഷം വന്ന് വിളിക്കാം ട്ടോ. നിനക്ക് എന്തെങ്കിലും വയ്യായ്ക തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളെ കസേരയിൽ ഇരുത്തിയ ശേഷം അവൻ ബില്ലാക്കാനായി ലാബിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞ ശേഷം അപർണ ദൂരെ നിന്ന് സനൂപിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സനൂപ് ലാബിൽ ബില്ല് കൊടുത്തു. ബില്ലാക്കി കഴിഞ്ഞ ശേഷം അവർ ഒരു ബോട്ടിൽ കൊടുത്ത് സനൂപിനോട് പറഞ്ഞു, ഇതിൽ യൂറിൻ എടുത്ത് കഴിഞ്ഞ ശേഷം തിരിച്ചേൽപ്പിക്കണം. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ബോട്ടിൽ വാങ്ങി. ശേഷം ബോട്ടിലുമായി അപർണയുടെ അടുത്ത് വന്നപ്പോൾ അപർണ ചോദിച്ചു, കഴിഞ്ഞോ ഏട്ടാ? ഓ, ബിൽ ചെയ്തു കഴിഞ്ഞു. ഈ ബോട്ടിലിൽ യൂറിൻ എടുത്ത ശേഷം ലാബിൽ തിരിച്ചേൽപ്പിക്കണം. ഇതാ ബാത്റൂം ഇവിടെ ഉള്ളിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? സനൂപ് വീണ്ടും ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല, ഒന്നും തോന്നുന്നില്ല. എന്തായാലും നീ വാ, ഞാനിവിടെ പുറത്തു നിൽക്കാം. നീ അകത്തു പോയി യൂറിൻ എടുത്തോട്ടോ. പെട്ടെന്ന് തലകറക്കമോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് സനൂപ് അവളുടെ കൈ പിടിച്ച് ബാത്റൂം വരെ നടന്നു. അപർണ നേരെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവൻ ബോട്ടിൽ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ഏട്ടാ എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിൽ അകത്ത് കയറി ബോട്ടിലിൽ യൂറിൻ എടുത്തു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ സനൂപ് അവിടെ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കൈ നീട്ടിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് യൂറിൻ ബോട്ടിൽ വാങ്ങിച്ചു. ശേഷം അവരത് കൊടുക്കാനായി ലാബിലേക്ക് പോയി. ലാബിൽ അത് തിരികെ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് സമയം കൊണ്ട് വിളിക്കാം കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, പേര് വിളിക്കുമ്പോൾ വന്നാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞ് സനൂപും അപർണയും തിരികെ വന്നു. അപ്പോൾ സനൂപ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വാ, നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാം. ഒന്നും വേണ്ടേട്ടാ, നമ്മൾ കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ. അപർണ അവനെ നോക്കി. സാരമില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ചായ കുടിക്കാം, നീ വാ എന്ന് പറഞ്ഞ് അവൻ അവളെ ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചായ മാത്രം മതിയെന്ന് അപർണ അപ്പോൾ സനൂപിനോട് പറഞ്ഞു. 2 ചായ. സനൂപ് ഓർഡർ ചെയ്ത പ്രകാരം അവർ ചായ കൊണ്ടുവന്നു കൊടുത്തു. സനൂപ് അത് അപർണയ്ക്ക് നേരെ നീട്ടിവെച്ച് കൊടുക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്ന പയ്യനോട് പറഞ്ഞു, ഒരു കാലി ഗ്ലാസ് വേണം. പയ്യൻ ഒരു കാലി ഗ്ലാസ് കൊണ്ടുകൊടുത്തപ്പോൾ സനൂപ് അതിൽ അപർണയ്ക്കുള്ള ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി പതുക്കെ ഊതി ചൂട് മാറ്റിയ ശേഷം അപർണയ്ക്ക് നേരെ വെച്ചു കൊടുത്തു. അവൾ അപ്പോഴും സനൂപിനെ തന്നെ നോക്കി അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ കുടിച്ചു നോക്കൂ എന്ന് അവൻ പറഞ്ഞു. അവൾ അവളുടെ ചുണ്ട് ചേർത്ത് ഒരു കവിൾ ചായ മൊത്തി കുടിച്ച ശേഷം പറഞ്ഞു, മതി, ഇങ്ങനെ മതി. ചൂട് പാകമാണോ? സനൂപ് ചോദിച്ചു. അതെ, അപർണ പറഞ്ഞു. അപർണയുടെ മനസ്സിൽ അപ്പോഴും നാളെ മുതൽ സനൂപിനെ പിരിയുന്ന വിഷമമായിരുന്നു. എന്നാലും അവൾ അതൊന്നും കാണിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് പൈസ കൊടുത്ത ശേഷം അവർ നേരെ വരാന്തയിൽ വന്ന് അവിടെ കസേരയിലിരുന്നു. സനൂപ് അപ്പോൾ അപർണയുടെ കൈയെടുത്ത് അവൻ്റെ ഒരു കാലിൻ്റെ മുകളിൽ വെച്ചു. അവൻ്റെ കൈകൊണ്ട് അമർത്തി പിടിച്ചിരുന്നു. അപ്പോഴാണ് സനൂപിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ആ മോനെ, നിങ്ങൾ എത്താനായോ? ഇവിടെ ശ്രുതിയും അളിയനും ഒക്കെ വന്നിട്ടുണ്ട്, അമ്മ പറഞ്ഞു. അമ്മ, ഞങ്ങൾ ഇപ്പോൾ വരാം. വരുന്ന വഴിക്ക് അപർണയ്ക്ക് ചെറിയ തലകറക്കം പോലെ ഉണ്ടായി. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് വരാമെന്ന് കരുതിയതായിരുന്നു. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കും. എന്തു പറ്റി മോനെ പെട്ടെന്ന്? അമ്മ ചോദിച്ചു. അറിയില്ല, ഞങ്ങളൊന്ന് കാണിക്കാൻ വന്നതാ. അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് സനൂപ് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ചെറിയൊരു തലകറക്കം പോലെ. പിന്നെ അവൾക്ക് നല്ല ക്ഷീണവും തോന്നുന്നുണ്ട്. ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് കരുതി. വല്ല BP മറ്റോ ആണെങ്കിലോ, അല്ലെങ്കിൽ ക്ഷീണത്തിന് എന്തെങ്കിലും മരുന്ന് കിട്ടിയാലോ? ഇപ്പോൾ വരാം അമ്മയെന്ന് സനൂപ് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അപർണ സനൂപ് എന്ന് ലാബിൽ നിന്ന് പേര് വിളിച്ചത്. അമ്മേ, ഇവിടുന്ന് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സനൂപ് ഫോൺ കട്ടാക്കി. നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി റിസൾട്ട് വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഫോൺ പോക്കറ്റിൽ വെച്ച് സനൂപ് അപർണയെ അവിടെ തന്നെ ഇരുത്തി. അവൻ നേരെ ലാബിൽ ചെന്നു. അവർ ഒരു കവറിനുള്ളിൽ ഇട്ടുകൊണ്ട് റിസൾട്ട് കൊടുത്തു. അവൻ അത് വാങ്ങി അപർണയുടെ അടുത്തേക്ക് തിരികെ നടക്കുമ്പോൾ കവറിനുള്ളിൽ നിന്ന് റിപ്പോർട്ട് എടുത്ത് മെല്ലെ ഒന്ന് തുറന്നു നോക്കി. അതിൽ അപർണ സനൂപ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് അവൻ്റെ കണ്ണിലുടക്കി. അത് കണ്ട് അവൻ പെട്ടെന്നൊരു നിമിഷം അവിടെ നിന്നുപോയി. അവൻ ഒന്നുകൂടെ റിപ്പോർട്ടിലേക്ക് തന്നെ നോക്കിയപ്പോൾ കറുത്ത അക്ഷരത്തിൽ തെളിഞ്ഞു കിടക്കുന്ന പ്രഗ്നൻസി പോസിറ്റീവ് എന്നത് അവൻ ഒന്നുകൂടെ നോക്കി. അവൻ്റെ കണ്ണുകളെ അപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പീരീഡ്സ് ഒന്നും റെഗുലർ അല്ലാത്തത് കൊണ്ട് തന്നെ പീരീഡ്സ് തെറ്റിയതാണോ അല്ലയോ എന്നൊന്നും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ 2-3 തവണ അവർ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിനു വേണ്ടി അവൻ എത്രയോ ആഗ്രഹിച്ചിരുന്നു. ഇനി പോയാൽ 2 വർഷം കഴിഞ്ഞല്ലേ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിയും. അപ്പോഴും ഒരു കുഞ്ഞായില്ല എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കണ്ടപ്പോൾ സനൂപിന് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു അപ്പോൾ തോന്നിയത്. ആ റിപ്പോർട്ട് തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് അവൻ അറിയാതെ 2 തുള്ളി കണ്ണുനീർ പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നതിൽ വീണു. അവൻ അവൻ്റെ കറുത്ത വാച്ച് കെട്ടിയ കൈകൊണ്ട് 2 കണ്ണും തുടച്ചുകൊണ്ട് നേരെ അമൃതയ്ക്കടുത്തേക്ക് ചെന്നു. വാ, റിപ്പോർട്ട് കിട്ടി, ഡോക്ടറെ കാണിക്കാം, സനൂപ് അപർണയോട് പറഞ്ഞു. എന്താ ഏട്ടാ? അപർണ ചോദിച്ചു. റിപ്പോർട്ട് നോക്കിയോ? സനൂപ് അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്തുപറ്റി? ഏട്ടൻ എന്താ കരയുന്നത്? അപർണ ചോദിച്ചു. ഒന്നുമില്ലടാ, സനൂപ് അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ? അപർണ ചോദിച്ചപ്പോൾ സനൂപ് എന്ത് പറയണമെന്നറിയാതെ അവളെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അപർണ അവനോട് പറഞ്ഞു,
എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ നെഗറ്റീവ് ആയിരുന്നില്ലേ? അതുകൊണ്ട് നെഗറ്റീവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഏട്ടാ. എനിക്കറിയില്ല എന്താ ഞാൻ പ്രഗ്നൻ്റ് ആവാത്തത് എന്ന്. സാരമില്ല, ഏട്ടൻ ഇനി അടുത്ത വരവിന് വരുമ്പോഴേക്കും ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരുമായിരിക്കുമെന്ന് അപർണ പറഞ്ഞപ്പോൾ സനൂപ് അവളുടെ പിടിച്ചിരുന്ന കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു അടുത്ത വരവിനാണെന്ന്? അടുത്ത വരവിന് ഞാൻ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമുണ്ടാകും നിന്റെ ഒപ്പം. എൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ്. സനൂപ് പറഞ്ഞത് കേട്ടപ്പോൾ അപർണയ്ക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണോ ഏട്ടാ? അവൾ ചോദിച്ചു. ആ അതെ, സനൂപ് പറഞ്ഞു. അവൻ അവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ടാണ് വീണ്ടും അവളോടത് പറഞ്ഞത്. അപർണയുടെ കണ്ണും അപ്പോൾ നിറഞ്ഞു. നീ കരയല്ലേ? സനൂപ് പറഞ്ഞു. ഞാനും പെട്ടെന്ന് റിപ്പോർട്ട് കണ്ടപ്പോൾ വല്ലാതെ ഇമോഷണലായി. അവൻ അവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. റിപ്പോർട്ട് ഡോക്ടർക്ക് നേരെ കൊടുത്തുകൊണ്ട് അവർ ഡോക്ടറുടെ മുന്നിലിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് സനൂപ്, അപർണ പ്രഗ്നൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണ്ടപ്പോൾ ചെറിയൊരു സംശയമുണ്ടായിരുന്നു. പിന്നെ പീരീഡ്സ് റെഗുലർ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും തൽക്കാലം ഒരു ഫോളിക് ആസിഡിൻ്റെ ഗുളിക എഴുതാം. നിങ്ങൾ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര മാസമായി എന്ന് അവർ പറഞ്ഞു തരും. ഡേറ്റ് അറിയാത്തതൊന്നും കുഴപ്പമില്ല, സ്കാനിങ് എടുത്താൽ അറിയാം. എന്തായാലും നല്ലപോലെ റെസ്റ്റ് എടുക്കുക. അപർണയ്ക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്തായാലും 2 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസി അല്ലേ? രണ്ടാളും സന്തോഷത്തിലാണല്ലോ അല്ലേ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ എന്ന് സനൂപ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്തായാലും ഗൈനക്കിനെ കാണിച്ചോളൂ, ഇവിടെ നല്ല ഡോക്ടറുണ്ട്. ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ഈവനിങ് കൺസൾട്ടിംഗ് ഉണ്ടാകും. എന്തായാലും 3 മാസം നല്ല റെസ്റ്റ് വേണം. ഡോക്ടർ ഫോളിക് ആസിഡിൻ്റെ ഗുളിക എഴുതിയ ഷീട്ട് അപർണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നന്നായി വെള്ളം കുടിക്കണം. യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ അബോർഷനായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് നന്നായി നോക്കണം. എന്നാൽ ശരിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് സനൂപ് അപർണയെയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. ശേഷം കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. അപർണ അപ്പോൾ മറ്റേതോ ഒരു സ്വപ്നലോകത്തായിരുന്നു. സനൂപ് കണ്ണു തുടച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്തത്. ഇടയ്ക്ക് അവൻ അപർണയെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപർണ, സനൂപ് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി. കുറച്ച് ദിവസം മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി ദിവസം എനിക്ക് നിൻ്റെ കൂടെ നിന്ന് നിന്നെ കെയർ ചെയ്യാനും നോക്കാനും ഒക്കെ സമയം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ നാളെ പോവുകയല്ലേ. ഇത് കേട്ടിട്ട് എനിക്ക് പോകാനും തോന്നുന്നില്ല. സാരമില്ല, അമ്മയുണ്ടാവും എല്ലാ സഹായത്തിനും. അമ്മയെല്ലാം ചെയ്തു തരും. നീ നന്നായി റെസ്റ്റ് എടുത്താൽ മതി. ഇനി അതും പോരെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി നിൽക്കാമല്ലോ. പിന്നെ ഞാൻ ഇവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ, എന്നും വിളിക്കാമല്ലോ. നമുക്ക് വീഡിയോ കോളിലൂടെ കാണുകയും ചെയ്യാം. അത് പറഞ്ഞ് അവൻ അവൻ്റെ ഇടതുകൈ അവൾക്ക് നേരെ നീട്ടി. അവൾ അവൻ്റെ കൈയിലേക്ക് പിടിച്ച് ചേർന്ന് വന്ന ശേഷം അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. അവൾ അവൻ്റെ തോളിൽ ചാരി കിടന്നുകൊണ്ട് തന്നെ അവൻ കാർ ഡ്രൈവ് ചെയ്തു. പോരുന്ന വഴി ഒരു ബേക്കറിയിൽ കാർ നിർത്തിയ ശേഷം അവളോട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ബേക്കറിയിലേക്ക് പോയ അവൻ 2 കവറുകളുമായാണ് തിരിച്ചു വരുന്നത്. തിരികെ കാറിൽ കയറിയ ശേഷം അവൻ അപർണയോട് പറഞ്ഞു. ഇത് കുറച്ച് സ്വീറ്റ്സ് ആണ്, വീട്ടിലെല്ലാവർക്കും കൊടുക്കാമല്ലോ. പിന്നെ ഇത് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെയാണ്, നിനക്ക് കഴിക്കാൻ. ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ടോ മറ്റാരെക്കൊണ്ട് വേണമെങ്കിലും വാങ്ങിപ്പിച്ചു തരാം. ഈ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയുമില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ബേക്കറി കവർ പൊളിച്ചു. അതിൽ നിന്നൊരു ലഡു എടുത്തു അവൾക്ക് വായിൽ വെച്ചു കൊടുത്തു. അപർണ കലങ്ങിയ കണ്ണുകളോടെ അതിൽ നിന്നൊരു കഷ്ണം കടിച്ചു. ശേഷം പാതി സനൂപിൻ്റെ വായിലും വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്കെത്തി. വീട്ടിൽ അവൻ നാളെ പോകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവൻ്റെ പെങ്ങളും ഭർത്താവും മക്കളുമെല്ലാം വന്നിരുന്നു. എന്തു പറ്റിയെന്ന് അമ്മയും പെങ്ങളും വേഗം വന്ന് ചോദിച്ചു. ഒരു ചെറിയ വിശേഷമുണ്ട്. ഞങ്ങൾ വരുന്ന വഴി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അറിഞ്ഞതാണെന്ന് പറഞ്ഞ് സനൂപ് കാര്യം പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം വല്ലാതെ സന്തോഷിച്ചു. ചെലവ് വേണമെന്ന് പെങ്ങളും പെങ്ങളുടെ മക്കളും വാശി പിടിക്കുകയും ചെയ്തു. അവൻ ബേക്കറി കവർ അവർക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു. ചെലവ് തരാം, തൽക്കാലം നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോൾ സനൂപിൻ്റെ അമ്മ പറഞ്ഞു. അവളുടെ മുഖത്ത് കുറച്ചു ദിവസമായി ഞാൻ വല്ലാത്തൊരു ക്ഷീണം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരുതിയത് ഇവൻ തിരിച്ചു പോകുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ് എന്നാണ്. എന്തായാലും ഇന്നിങ്ങനെ ഒരു സന്തോഷ വാർത്ത കേട്ടല്ലോ.
അങ്ങനെ താഴെ നിന്ന് കുറച്ചു നേരം അവരെല്ലാവരും വർത്തമാനം പറഞ്ഞ് ചായയും പലഹാരങ്ങളും എല്ലാം കഴിച്ച ശേഷമാണ് അവർ രണ്ടുപേരും മുറിയിലേക്ക് പോയത്. ഡ്രസ്സ് മാറാനായി അപർണ മുറിയിലേക്ക് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാണ് സനൂപ് മുറിയിലെത്തിയത്. സനൂപ് മുറിയിലെത്തിയപ്പോൾ അപർണ അവിടെ കണ്ണാടിക്ക് മുൻപിൽ വയറ്റിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു. സനൂപ് അപ്പോൾ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നു. ശേഷം അവളുടെ പിറകിൽ വന്നു നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി. പിന്നെ മെല്ലെ അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവളുടെ വയറ്റിൽ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചു നേരം കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. അപ്പോഴും സനൂപ് അവളോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, ഒന്നിനും ഒരു കുറവും നിനക്കുണ്ടാവില്ല. ഞാൻ താഴെ അമ്മയോടും പെങ്ങളോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ എന്നെ കൊണ്ടാക്കാൻ എന്തായാലും നിന്റെ വീട്ടിൽ നിന്നും വരുമല്ലോ. അപ്പോൾ ഞാൻ അവരോടും പറയാം, ഒരു കുറവുമില്ലാതെ എല്ലാവരും നിന്നെ പൊന്നുപോലെ നോക്കും. എന്നാലും ഏട്ടൻ ഉണ്ടാവില്ലല്ലോ എൻ്റെ അടുത്ത് എന്ന് അപർണ സ്വരമിടറി വിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ അവളെ തിരിച്ചു നിർത്തി. ശേഷം അവളുടെ മുഖമൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എന്നും വിളിക്കും, വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ കുഞ്ഞില്ലേ നിന്റെ വയറ്റിൽ, നിനക്ക് എനിക്ക് പകരമായ ആളില്ലേ? അതുകൊണ്ട് എപ്പോഴും എന്നെ ഓർക്കാമല്ലോ. പിന്നെ ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് വീട്ടിൽ പോയി നിൽക്കാം ട്ടോ. അവിടെയും ഇവിടെയും മാറി മാറി നിൽക്കാം. പിന്നെ എപ്പോഴത്തെയും പോലെ എല്ലാ ജോലിയും വലിച്ചു വാരി നീ ഒറ്റയ്ക്ക് എടുക്കാനൊന്നും നിൽക്കണ്ട. നീ നന്നായി ശരീരം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ കിട്ടണ്ടേ. പിന്നെ 2 വർഷം ഇതാ എന്ന് പറയുമ്പോഴേക്കും പോകും. നിന്റെ പ്രസവ സമയത്തും നമ്മുടെ വാവ് ഉണ്ടാവുമ്പോഴും ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. കറക്റ്റ് ഏകദേശം 1 വയസ്സാവുമ്പോഴേക്കും ഒക്കെ ഞാൻ വരും. പിന്നെ ഏട്ടൻ പോവില്ലട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. സനൂപ് കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. അപർണയും കരഞ്ഞുകൊണ്ട് ഏട്ടാ എന്ന് സ്വരമിടറി വിളിച്ചു അവൻ്റെ നെഞ്ചിൽ കിടന്നു. അവർ രണ്ടുപേരും പരസ്പരം ചേർത്ത് പിടിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് കരഞ്ഞു. ശേഷം സനൂപ് തന്നെ പറഞ്ഞു, എന്താ ഇത്, ഇങ്ങനെ കരയല്ലേ. ഇപ്പോൾ ഇങ്ങനെ മനസ്സ് വിഷമിക്കേണ്ട സമയമല്ല. പിന്നെ ഞാൻ കരയുന്നത് നീ നോക്കണ്ട. എനിക്കെന്തോ ഇത്ര നേരം അടക്കി വെച്ചിരുന്നതൊക്കെ കൂടെ ഈ കാര്യം കേട്ടപ്പോൾ സങ്കടമടക്കാൻ കഴിയുന്നില്ല. ശരിക്കും സങ്കടമല്ല, സന്തോഷമാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞു പോകുന്നത് എന്ന് എനിക്ക് അറിയില്ല മോളെ. എന്തായാലും നീ കരയല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. പിന്നെ അവളുടെ കൈ പിടിച്ച് വാഷ് ബേസിൻ അടുത്തേക്ക് കൊണ്ടുപോയി. ശേഷം അവൻ്റെ കൈകൊണ്ട് തന്നെ അവളുടെ മുഖം നന്നായി കഴുകി കൊടുത്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന തോർത്തെടുത്ത് അവളുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവൻ മുട്ടുകുത്തി നിന്ന് അവളുടെ വയറിനോടടുത്തേക്ക് അവൻ്റെ മുഖം കൊണ്ടുവന്ന് അവളുടെ വയറ്റിൽ അമർത്തി ചുംബിച്ചു. അവൻ അപ്പോൾ കഴുകി തുടച്ചു കൊടുത്തിരുന്ന മുഖമാണെങ്കിൽ പോലും വയറ്റിൽ വീണ്ടും സനൂപ് ചുംബിച്ചപ്പോൾ അപർണയുടെ കണ്ണൊന്നുകൂടി നിറഞ്ഞൊഴുകി. അവൾ അവൻ്റെ തലമുടിയിൽ അവളുടെ കൈ കടത്തി തലോടി കൊടുത്തുകൊണ്ട് കരഞ്ഞു. അപ്പോൾ സനൂപ് അവളുടെ വയറ്റിൽ മാറി മാറി ചുംബിച്ച ശേഷം വയറിനോട് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും അച്ഛൻ്റെ പൊന്നിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. അമ്മ പൊന്നുപോലെ നോക്കിക്കോളും. അച്ഛൻ്റെ കുഞ്ഞിനൊരു വയസ്സാവുമ്പോഴേക്കും അച്ഛൻ ഇങ്ങ് പറന്നെത്തും. അത് പറഞ്ഞുകൊണ്ട് സനൂപ് അവൻ്റെ കുഞ്ഞിനെ വീണ്ടും ചുംബിച്ചപ്പോൾ പിടഞ്ഞത് അപർണയുടെ നെഞ്ചായിരുന്നു. അവൾ അവളുടെ ഉള്ളിൽ വന്ന കരച്ചിലും വിങ്ങലും അടക്കി പിടിച്ചുകൊണ്ട് സനൂപിൻ്റെ തല തഴുകി കൊടുത്ത് ആശ്വസിപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കുമ്പോഴും സനൂപും അപർണയും ചേർന്ന് കിടന്ന് കുറേ നേരം സംസാരിച്ചു. രണ്ടാളുടെ കണ്ണിലും സമയമേറെ കഴിഞ്ഞിട്ടും ഉറക്കം വന്നതേയില്ല. അപ്പോഴും സനൂപ് അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവനില്ല എന്നൊരു കുറവ് അവൾക്ക് വരാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. ഞാനില്ല എന്ന കാര്യം നീ നോക്കണ്ട. പക്ഷേ ഞാനില്ലാത്ത കൊണ്ടുള്ള ഒരു കുറവും നിനക്ക് വരരുത്. നാളെ മുതൽ ഞാൻ പോയതോർത്ത് മനസ്സ് വിഷമിച്ചിരിക്കുകയൊന്നും ചെയ്യരുത്. നല്ല സന്തോഷത്തിൽ ഭക്ഷണമെല്ലാം കഴിച്ച് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നിന്റെ ചിരിച്ച സംസാരം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവൻ അവളെ സമാധാനിപ്പിച്ചു. കുറേ വൈകിയാണ് സനൂപ് ഉറങ്ങിയത്. സനൂപ് ഉറങ്ങിപ്പോയിട്ടും അപർണയ്ക്ക് ഉറക്കം വന്നതേയില്ലായിരുന്നു. അവൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്ന അപർണ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. സനൂപിൻ്റെ കൈ അപ്പോഴും അവളുടെ വയറ്റിൻ്റെ മുകളിലായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞ സനൂപിൻ്റെ മുഖത്തേക്ക് അപർണ അവൻ അറിയാതെ ഒന്ന് നോക്കി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ശേഷം അവളുടെ വയറിന് മുകളിലുള്ള അവൻ്റെ കൈയുടെ മുകളിൽ അവളുടെ കൈ വെച്ചുകൊണ്ട് അപർണ മെല്ലെ മനസ്സിൽ പറഞ്ഞു, എനിക്ക് ജനിക്കാൻ പോകുന്ന എൻ്റെ വാവയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് വാവയുടെ അച്ഛൻ്റെ കുഞ്ഞായിട്ട് ജനിക്കുന്നതാണ്. അത്രയ്ക്ക് പാവമാണ് വാവയുടെ അച്ഛനെന്ന് അമൃത അവളുടെ വയറിന് മുകളിലുള്ള സനൂപിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ നേരം ഏകദേശം വെളുക്കാനായപ്പോൾ എപ്പോഴോ ആണ് അപർണ ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ അപർണയുടെ വീട്ടിലുള്ളവരും എല്ലാവരും വന്നിരുന്നു.
സനൂപിനെ യാത്രയാക്കാൻ വന്നതായിരുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കൂടി കേട്ടപ്പോൾ എല്ലാവരും ഹാപ്പിയായി. ആ ആളുകൾക്കിടയിലൊക്കെയാണെങ്കിലും അപർണയുടെ മനസ്സ് സനൂപിനു വേണ്ടിയും സനൂപിൻ്റെ മനസ്സ് അപർണയ്ക്ക് വേണ്ടിയും തന്നെ കൊതിക്കുകയായിരുന്നു. എന്നാലും മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒന്നും കഴിയില്ലല്ലോ. അവരുടെയൊക്കെ ഉള്ളിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും സനൂപ് മനസ്സുകൊണ്ട് അപർണയെ തന്നെ ഓർക്കുകയായിരുന്നു, അമൃത സനൂപിനെയും. എല്ലാം കഴിഞ്ഞു പോകാനിറങ്ങിയപ്പോൾ സനൂപ് അമൃതയോട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിന്നോട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ ഞാനില്ലെന്നും ഓർത്ത് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ പോയാൽ അവരൊക്കെ ഉണ്ടാകുമല്ലോ. കുറച്ചു ദിവസം അവിടെ നിന്ന് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് നിന്റെ മൂഡൊക്കെ ഒന്ന് ശരിയാക്കി തിരികെ വന്നാൽ മതി. ഇവിടെ നിന്നാൽ നീ കൂടുതൽ വിഷമിക്കും, അതുകൊണ്ടാണ് പറയുന്നത് എന്ന് അവളോട് പറഞ്ഞപ്പോൾ സനൂപിൻ്റെ വാക്കുകൾക്ക് എതിർത്തൊന്നും പറയാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നേരത്തെ ശരിയാലെ അവനോട് തലയാട്ടി. എയർപോർട്ടിലെത്തിയ ശേഷം അവിടെ നിന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചേർത്ത് പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നും കഴിയാതിരുന്നത് കൊണ്ട് തന്നെ പോയി വരാമെന്ന് പറഞ്ഞ് സനൂപ് അവളുടെ കവളിൽ അവൻ്റെ കൈകൊണ്ട് 2 തട്ട് തട്ടി. ശേഷം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ബൈ പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ നെഞ്ചും പിടയുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ദൂരേക്ക് അവൻ നടന്നു പോകുമ്പോഴും 100 പ്രാവശ്യം തിരിഞ്ഞുകൊണ്ട് അവൻ പിറകിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിറകിൽ നിന്ന് അവന് ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അപർണയുടെ മനസ്സ് പറഞ്ഞറിയിക്കാനാവാത്ത, പ്രവാസികളുടെ ഭാര്യമാർക്ക് മാത്രം അറിയുന്ന ഒരുതരം മുറിപ്പെടുത്തുന്ന നോവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സനൂപ് പോകുന്നത് അങ്ങ് ദൂരെ മായുന്നവരെ നോക്കി നിന്ന അപർണ 2 വർഷം കഴിഞ്ഞുള്ള അവൻ്റെ തിരിച്ചുവരവിനായി അപ്പോൾ തന്നെ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. സനൂപ് പോകുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അമൃതയുടെ കൂടെ കഴിഞ്ഞ ഓർമ്മകളും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖവുമായിരുന്നു. അവൻ്റെ കുഞ്ഞ് അപർണയുടെ വയറ്റിലാണെങ്കിലും ആ കുഞ്ഞിനെയും ഹൃദയത്തിൽ പേറിയാണ് സനൂപ് സൗദിയിലേക്ക് പോയത്. വാസ്തവത്തിൽ അപർണ ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ ആ കുഞ്ഞ് അപർണയുടെ ഉദരത്തിലും സനൂപിൻ്റെ ഹൃദയത്തിലുമാണ് ജന്മം കൊണ്ടത്. ദൂരേക്ക് അവൻ നടന്നു പോയപ്പോൾ അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് വീട്ടുകാരുടെ കൂടെ തിരികെ നടന്നു. 2 വർഷത്തിന് ശേഷം തൻ്റെ പ്രാണൻ തിരിച്ചു വരുന്നതും ഓർത്തുകൊണ്ട്.